നോമിനേഷൻ കൊടുക്കാൻ പോകുമ്പോൾ ഞാൻ അവളും പോകും. അതൊക്കെ ഈ നാട് എന്നോട് കാണിക്കുന്ന, പ്രത്യേകിച്ച് എനിക്ക് അതൊരു ഭയങ്കര സന്തോഷം. എന്റെ ഒരു ഇന്ത്യൻ എക്സ്പ്രസിന്റെ ഒരു ലേഖനം വന്ന് ചോദിച്ചു, എന്താ സഭാങ്ങളെ ഈ ഒരു സന്തോഷത്തിന്റെ രസം, കുറെ ആൾക്കാരോട് ചിരിച്ചാൽ മതി, ദിവസം ചിരിച്ചു കൊടുത്തു. ഒരു മുടക്കില്ലാത്ത സാധാരണ ചിരിക്കാനൊരു സ്ഥലം വേണ്ടാതെ വെറുതെ ചിരിച്ചാൽ വട്ടാണത്. സഭാസ്വാദം വിളിച്ച് ആരോട് ചിരിക്കാൻ അറിയാത്ത കുറെ ആൾക്കാർ വരുന്നുണ്ട്. ഈ 4-5 പഞ്ചായത്ത്, 5-6 പഞ്ചായത്തൊന്നും ബാംഗ്ലൂർ അതേപോലെ കോട്ടക്കലിനൊക്കെ ആൾക്കാർ ചിരിച്ച് നമ്മളിങ്ങനെ നടക്കുന്നത്. അപ്പൊ ആ നടത്തത്തിൽ കിട്ടുന്ന ഒരു സന്തോഷം ഇവർക്ക് ഇങ്ങനെ സന്തോഷിക്കാൻ പാടില്ല. ഈ മതവും ജാതിയും രാഷ്ട്രീയം, ഇങ്ങനത്തെ ഒരു രാഷ്ട്രീയം വേഗം തന്നെ മാറ്റി എഴുതണം. അതാണ് നമ്മുടെ ആവശ്യം. ആരും കണ്ടുകൂടാ രാഷ്ട്രീയം, നമ്മൾ മത്സരം, ആ ഒരു പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ മത്സര സമയത്ത് മാത്രം മതി. അത് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും കൂടിയിരുന്ന് പോട്ടെ, അതല്ലേ വികസനം. എന്ത് സാധനം കൊടുത്തു വന്നാലും അതിനെതിരെ പറയാതെ പാര വെക്കുക. എന്നാ സ്വന്തം ഇത്രയും കാലം നിങ്ങളെ കാരാത്തോട് ടൗൺ മാത്രം ഒന്ന് പോയി നിങ്ങൾ ആലോചിക്കാൻ. ഞാനീ പറഞ്ഞ കാര്യം, ഇന്റെ ഡ്രൈവർ നമ്മളെ കുമാരന്റെ അളിയനാണ്. നമ്മൾ ഫുട്ബോളിന് വീടുണ്ടാക്കി കൊടുത്ത കുമാരുണ്ട്, അവന്റെ അളിയനാണ്. അവിടെ ജില്ലാ പഞ്ചായത്ത് മെമ്പറുണ്ട്, ബ്ലോക്ക് മെമ്പറുണ്ട്, MLA ഉണ്ട്, മന്ത്രി ഉണ്ട്. ഇല്ലേ? ഈ അവരെ സ്വന്തം സ്ഥലത്ത് പോലും ഈ ഒരു സൗകര്യം മനുഷ്യന് ഏറ്റവും അത്യാവശ്യമുള്ള സാധനമാണ്. അതുപോലും ഉണ്ടാക്കാൻ കഴിയാത്ത ആളുകൾ സഭാസുഖം കുറ്റം പറയും. എന്ത് തെറ്റ് ഞാൻ ചെയ്തു, അതെന്നെ അങ്ങനെ ആലോചിച്ചു. അപ്പൊ എന്തൊക്കെ വന്നാലും ശരി, നമ്മൾ ഒന്നിച്ച് ഈ വേഗനക്കാർ രാഷ്ട്രീയമൊക്കെ മറന്ന് ആരെങ്കിലും ഒരാളത്തിന് മുന്നിൽ നിൽക്കട്ടെ, ഒരാളെങ്കിലും നിൽക്കണം. ഇതൊരു സമാജം മാത്രമല്ല. ഇന്ന് വേഗനയില് നമ്മൾ നിയമസഭയ്ക്ക് മത്സരിക്കുന്നത്, വേഗനയിലെ ആൺപെൺ വ്യത്യാസമില്ലാത്ത കുട്ടികള്, യങ്സ്റ്റേഴ്സ് നിൽക്കുന്ന ഒരു ഗ്രൂപ്പുണ്ട്. സഭ എവിടുന്ന് കണ്ടാലും ഈ ചിരിയും ഈ പിടുത്തുക, അത് മുഴുവനും നമുക്ക് വോട്ടായി മാറും. ഇവരൊക്കെ കളിയാക്കി മാറ്റും. എന്തായാലും വോട്ടിങ് വരില്ല. എന്തായാലും ഏപ്രിൽ 9-ാം തീയതി ഒരു വോട്ട് വരും. തീരുമാനം വേഗനയിലെ ജനങ്ങളെടുത്ത് എനിക്ക് ഉറച്ച വിശ്വാസം. 10 പൊട്ടന്മാരൊന്നല്ലല്ലോ ഞങ്ങൾ നാട്ടിലേക്ക്. നിങ്ങൾ അവിടെ നമുക്ക് ഓരോ കാലം ഓരോരുത്തർ മുന്നിൽ ജയിപ്പിച്ച് കൊണ്ടുപോകുമ്പോൾ ഇങ്ങനെ ആക്കിയാൽ പോവുകയും ചെയ്യും. മൊബൈൽ നമ്പർ വരെ ഇവിടുത്തെ ആർക്കെങ്കിലും നമ്മളെടുത്തിട്ടുണ്ട്. എന്റെ മൊബൈൽ നമ്പർ ഏത് ചെറിയ കുട്ടികളെ എടുത്തിട്ടുണ്ട്. പന്ത് പൊട്ടി അപ്പൊ സഭാക്കാർ പന്ത് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വിളിക്കുകയും ചെയ്യും. ഓരോ കുട്ടികളെ വിളിക്കുകയും ചെയ്യും. അതിന് വലിയ സന്തോഷത്തിലാണ് വേണ്ടത്. ഇതിനൊന്നും സൗകര്യമില്ലാത്തവർ എന്തിനാ ഈ പണിക്ക് വരുന്നത്? ഞാൻ ചോദിച്ചു, ഫോൺ നമ്പർ പോലും ഇവര് കൊടുക്കൂല. വരികയാണെങ്കിലോ, ഞാൻ കുറ്റമായിട്ട് പറയുന്നില്ല, വരികയാണെങ്കിൽ ഒരാൾക്ക് പോലും ഒരിടത്ത് കടക്കാൻ പറ്റില്ല. എങ്ങനെ പോകും? ഞാൻ കണ്ടിട്ടുണ്ടല്ലോ, ഇങ്ങനെ കണ്ടു വൈദ്യുതി ആരൊക്കെയോ വരുന്നത് സങ്കടം. എന്താണ് ആൾക്കാർക്കൊരു കഴിയും എല്ലാവരും കൊടുത്ത് എല്ലാവരും കൂട്ടി പിടിച്ച് പോയാൽ അതല്ലേ രസം. ഇതെന്തൊക്കെയോ കാട്ടിക്കൂട്ടൽ. എന്താണ് ഈ കാട്ടിക്കൂട്ടൽ? ആർക്കും വേണ്ടിയ കാട്ടിക്കൂട്ടൽ. അതുകൊണ്ട് വേഗക്കാരൻ ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞു, ഞമ്മക്കൊരു എംഎൽഎ, ഇവിടുന്ന് ഒരു എംഎൽഎ, ഇങ്ങൾക്കൊരു എംഎൽഎ, ഞമ്മക്കൊരു എംഎൽഎ, അങ്ങനെ തന്നെ ഞാൻ പറഞ്ഞു. നമ്മൾക്ക് എല്ലാവർക്കും കൂടി ഏത് സമയത്തും കാര്യങ്ങൾ പറയാൻ ജീവിച്ച് മരിച്ചു പോകുന്ന ആൾക്കാരാണ്. അത് ഞമ്മക്ക് ഇങ്ങനെ കൊണ്ടുപോയി വേഗരയിൽ നല്ല വിജയം നമുക്ക് ഉണ്ടാക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സഭാഹിന് വേണ്ടി മാത്രമല്ല, വേഗരക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. വേഗരക്കാർക്ക് വേണ്ടി ഇനി നമ്മൾ പരാജയം തൊട്ടുകൂടാ. അത് വേണ്ടി ഞാൻ ഒരിക്കലും ഒരു വാക്കുകൂടി പറയാം. ഞാൻ ജയിച്ചാലേ ആരെ മുന്നിൽ തല കുലിക്കേണ്ടി വരില്ല. അത് മാത്രമാണ് തല കുലിക്കേണ്ടി വരില്ല. ഞാൻ അങ്ങനത്തെ ഒരു ഉമ്മാനും ബാപ്പാനും മോനായിട്ട് വന്നതായതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ ജനിച്ച് ജീവിച്ച് ഇവിടെ പഠിച്ച് ഇവിടെ ബിസിനസ് ചെയ്ത് രാഷ്ട്രീയ പ്രവർത്തനം സേവന പ്രവർത്തനം ചെയ്തിട്ടാണ് ഞാൻ വരുന്നത്. തീർച്ചയായിട്ടും എന്നെ വിജയിപ്പിക്കണമെന്നല്ല, നമ്മൾ ജയിക്കണം. അതിനുവേണ്ടി എല്ലാവരും പ്രവർത്തിക്കണം. എന്തായാലും നമ്മൾ ജയിക്കുന്ന ഉത്തമ വിശ്വാസത്തോടും എല്ലാവരും സ്നേഹിക്കുമ്പോൾ എല്ലാവരും ഈ ചിരിക്കുന്നു പോകും. ഇതന്നെ നമുക്ക് മതയിൽ നിലനിർത്തി നമ്മൾ മുന്നോട്ട് പോകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ചെയ്യും.